നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇരിക്കണോണ്ട് ഞാൻ എന്തെങ്കിലും ചൊറ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. എന്നാൽ ചൊറ വീഡിയോസ് അല്ല, നല്ലൊരു കാര്യം പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ഫുള്ള് ക്ലീൻ ചെയ്യണു. അപ്പോൾ അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത്. മണ്ണാർക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ അധ്യാപകനാണ് അല്ലേ? പേരെങ്ങനെ? പേര് മൈക്കിൾ ജോസഫ് എന്നാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് 10 ദിവസത്തെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആളുകൾ ഇതിനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശത്തിലാണ് കുറേയേറെ പ്രവർത്തനങ്ങൾ. അത് ഒരു ദിവസം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഒരു ദിവസം വൃത്തിയാക്കി. മണ്ണാർക്കാട് ഇപ്പോൾ 3 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാണ്. മണ്ണാർക്കാട് ടൗൺ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനമാണ്. ഗാന്ധി സ്ക്വയർ അത് കാടുപിടിച്ച് കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനെ ഒന്ന് നവീകരിച്ച് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കുകയാണ്. അവളാണ് ഏറ്റവും സജീവമായി 3 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷപൂർവ്വം. ഇന്നിപ്പോ ഞങ്ങൾ ഉച്ചയ്ക്ക് പറഞ്ഞു വിട്ടിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു എവിടെ വീട് എവിടെയാണ്? എന്റെ വീട് പെരുമ്പകാളി കാഞ്ഞിരം. ഞാൻ ഇതുവരെ പഠിച്ച സ്കൂളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പഠനത്തിൽ മാറ്റി നിർത്തിയിട്ട് സാമൂഹ്യ പ്രതിബന്ധതയുള്ള കുട്ടികളാക്കി മാറ്റാനാണ് ഞങ്ങളുടെ സ്കൂളും അതേപോലെ തന്നെ മാഷിമാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ആക്കി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലത്തെ പുല്ല് വരെ നമ്മൾ വെട്ടാൻ പഠിക്കും. ഈ ദശദിനാചരണത്തിന്റെ സമാപനം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു വീട് നിർമ്മാണം ആരംഭിക്കും. തറക്കല്ലിടാണ്. ഇത് പൊറ്റശ്ശേരി സ്കൂളിന്റെ 6ാമത്തെ വീടാണ്. 5 വീടുകൾ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിലൊരു വീട് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടൊരുക്കൽ എന്ന പദ്ധതി ഞങ്ങൾ കുട്ടികൾ ചേർന്ന് NSS SPC സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ചേർന്നാണ് കുട്ടികളൊക്കെ ചേർന്ന് വീട് വെച്ച് കൊടുക്കും. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇതുവരെ ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയോളം ചെലവിട്ട് 5 വർഷം കൊണ്ട് 5 വീടുകൾ. പൈസ കുട്ടികൾ സ്ക്രാപ്പുകൾ പോയി ശേഖരിക്കും. അതേപോലെ കുട്ടികൾ ഒരു സമ്മാന കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത് അങ്ങനെ കുട്ടികളാണ് ഭൂരിഭാഗം പ്രവർത്തനങ്ങളും ചെയ്യുക. അതുപോലെ പണി ഇതൊക്കെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അറിയണം കേട്ടോ. ജനങ്ങൾ മൊത്തത്തിൽ അറിയണം. കാരണം വീട് വെച്ച് കൊടുക്കുക, അതും കുട്ടികൾ കളക്ട് ചെയ്ത എമൗണ്ട് കൊണ്ട് വീട് വെച്ച് കൊടുക്കുക. 6ാമത്തെ വീട് അല്ലേ? 6ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ഈ ശനിയാഴ്ചയാണ്. ആ സന്തോഷം കൂടി എല്ലാവരും അറിയിക്കുകയാണ്. അതെ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തന്നെ പറയാൻ വാക്ക് കിട്ടണില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ആകെ തരിച്ചിക്കാണ് കേട്ടോ. വളരെ സന്തോഷം ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വരാനും ഞങ്ങളോട് സംസാരിക്കാനൊക്കെ നല്ല മനസ്സ് കാണിച്ചത് പൊറ്റശ്ശേരിയുടെ പേരിലെല്ലാം നന്ദി. ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നതായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടികളോട് വർക്ക് ചെയ്യുന്നത് കണ്ടത്.